ഗുഡ് മോർണിംഗ്. ഈ കല്ല് പതിപ്പിച്ച വഴി കണ്ടോ? ഇത് വീടിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് കയറി പറമ്പിലോട്ട് പോകാൻ വേണ്ടിയുള്ള വഴിയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കല്ല് പതിപ്പിച്ച. ഇന്നത്തെ പണിക്കാരിത് ചെയ്തുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഒരു കല്ല് എങ്ങാനും വിട്ടു പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പണിക്കാർക്ക് ഇത് വെക്കാൻ നല്ല പാടാണ്. അവർക്കിത് തല്ലി പൊട്ടിക്കേണ്ടി വരും. കാരണം പണ്ടത്തെ പണിക്കാർ അത്രയും നന്നായിട്ടാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും അങ്ങനെയുള്ളതൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടങ്ങളിൽ ഇപ്പം കാട്ടുപന്നിയുടെ ശല്യം തുടങ്ങിയിട്ടുള്ളുണ്ട്. ചേന ഒഴിച്ച് ബാക്കി എല്ലാത്തിൽ തന്നെ അവർ അവരുടെ പരിപാടി നോക്കും. ചേന ചൊറിയുന്നുണ്ട്, അത് ഇട്ടിട്ട് പോകും കടിച്ചിട്ട്. പിന്നെ നമ്മുടെ തോട്ടത്തിലോട്ട് പോകുന്നത് വണ്ടിയിലോട്ട് പോകുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വേറെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാച്ചിലും ചേമ്പും ഒക്കെ കാട്ടുപന്നി വന്ന് കുഴിച്ചെടുത്ത് പുള്ളിയുടെ ആഹാരത്തിൻ്റെ പരിപാടിയിലാക്കി കൊണ്ടുപോകാറാണ് പതിവ് നടക്കുന്നത്. ഇതിപ്പം നമ്മുടെ തോട്ടത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള ദൂരോട്ടുള്ള കാഴ്ചകളാണ് ഇത് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. വണ്ടി നിർത്തി കുറച്ച് നേരത്തേക്ക് വീഡിയോ എടുത്തതാണ്. വാഗമണ്ണിൻ്റെ കുറേ ഭാഗങ്ങളും കാണാൻ പറ്റും. ഇതൊക്കെ കുറേ തോട്ടങ്ങളാണ്, റബ്ബർ വെട്ട് നിർത്തിയ തോട്ടങ്ങൾ. ഇപ്പം പല സ്ഥലത്തും റബ്ബർ കൃഷി നിർത്തി ചില സ്ഥലത്ത് പൈനാപ്പിൾ കൃഷിയൊക്കെ ആൾക്കാർ നടത്തുന്നുണ്ട്. പാട്ടത്തിന് സ്ഥലം കൊടുത്ത് പൈനാപ്പിൾ ഏക്കർ കണക്കിന് സ്ഥലത്ത് പൈനാപ്പിൾ കൃഷി. അപ്പോൾ ഓരോ ആൾക്കാർ ഒന്ന് സ്ഥലം പാട്ടമെടുത്ത് അവിടെ പൈനാപ്പിൾ നന്നായിട്ട് കൃഷി നടത്തും. അത് അടുത്ത് തന്നെ ധാരാളം ഉണ്ട്. അത് നല്ല രസമാണ്. പ്രത്യേകിച്ചും മഞ്ഞുള്ളപ്പോൾ അതൊക്കെ പോയി കാണാനാണ് ഭംഗി. ഇനി മഞ്ഞുള്ളപ്പോൾ ഉള്ളതിൻ്റെ ഒരു വീഡിയോ എപ്പോഴെങ്കിലും ഞാൻ എടുക്കാം. കാരണം മഞ്ഞുള്ളപ്പോൾ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴേ വെളിച്ചം കുറവ്, അതാണ് പ്രശ്നം. പിന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ പുറകെ കൊണ്ടുവരാം. ഇത് കുറേ ദൂരമുണ്ട്. അപ്പം നമുക്കിപ്പം അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട്. ദാറ്റ്സ് ഓൾ.